ഹായ് ഓൾ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? കഴിഞ്ഞ വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും ഒക്കെ ആദ്യം തന്നെ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ടൈം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് കടക്കാം. വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് വെറുതെ ഇരുന്നതിന് നമുക്ക് ടൈം കളയണ്ട. ദിവസം ഒരു 3 മണിക്കൂർ പണിയെടുത്താൽ നമുക്ക് കുറഞ്ഞതൊരു 500 രൂപ വരുമാനം നേടിയെടുക്കാൻ പറ്റും. ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു ചുരിദാർ കട്ട് ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം ഞാനതിനകത്ത് മെഷർമെൻ്റ് ഒന്നും കാണിക്കുന്നില്ല. അത് അത്യാവശ്യം നോക്കിയാൽ അത് മനസ്സിലാകും. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അത്യാവശ്യം സ്റ്റിച്ചിങ് അറിയുന്നവർ നമ്മൾ തുണിയെടുക്കാൻ പോകുന്ന സാധാരണ നമ്മൾ ഏത് കടയിലാണോ പോകുന്നത് അവിടെ പോയി ഒരു 3 മീറ്റർ തുണി മുറിച്ചെടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ലൈനിങ്ങും എടുക്കണം. ഒരു ടോപ്പ് തയ്ക്കാനുള്ള കാര്യമാണ് പറയുന്നത്. പിന്നെ അതിന് വേണ്ട ലേസ് അല്ലെങ്കിൽ ബട്ടൺസ് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന വർക്കുകൾ ചെയ്യാനുള്ള എന്തെങ്കിലും സാമഗ്രികൾ മേടിച്ചുകൊണ്ട് വരിക. ആദ്യമേ തന്നെ ഹോൾസെയിലായിട്ട് തരുന്ന കടകളിലേക്കൊന്നും നമ്മൾ ചാടി കയറേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ തുണിയെടുക്കാൻ പോകുമ്പോൾ 10 പീസൊക്കെ എടുക്കണം, എന്നാലേ നമുക്ക് വില കുറച്ച് തരുള്ളൂ, അങ്ങനെയൊക്കെ പറയും. നമ്മളതൊക്കെ കേൾക്കാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. നമ്മൾ തുണിയെടുക്കുന്ന സാധാരണ ഷോപ്പിൽ കയറി 3 മീറ്റർ തുണിയാണ് ആദ്യം എടുക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ സെർച്ച് ചെയ്യണം. അതിൽ എല്ലാ തരം മോഡൽസും നമുക്ക് അവൈലബിളാണ്. അതിൽ നമുക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു മോഡൽ നമ്മൾ തന്നെ സെലക്ട് ചെയ്യണം. അത് അറിയാവുന്നതുപോലെ ഏറ്റവും പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വർക്ക് ചെയ്ത് കസ്റ്റമറിൻ്റെ മുന്നിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. സ്റ്റിച്ചിങ്ങിൽ ചിലപ്പോഴൊക്കെ പോരായ്മകൾ വരാം. അത് നമ്മൾ വർക്ക് ചെയ്ത് സെറ്റാക്കി എടുക്കണം. നമ്മൾ വെറുതെ സ്റ്റിച്ച് ചെയ്ത ഒരു ചുരിദാറാകാം, അല്ലെങ്കിൽ ഗൗണ്, അല്ലെങ്കിൽ ഫ്രോക്ക്, എന്തുമാകാം. അതിലൊരു വർക്ക് വന്നാൽ അതിൻ്റെ വ്യത്യാസം വേറെ ലെവലാകും. നമ്മൾ തയ്ച്ച് സ്റ്റിച്ച് ചെയ്ത ഒരു തുണിയിൽ വർക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അത് കാണാനുള്ള ഭംഗി നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും നമുക്ക് കൂടുതൽ കിട്ടും. അത്യാവശ്യം റെഡിമെയ്ഡ് പോലെ തന്നെ ആകും. ഇല്ലെങ്കിൽ നമ്മൾ റെഡിമെയ്ഡ് പോലെ ആക്കണം. എന്നിട്ട് അതിൽ നമ്മൾ സ്റ്റിച്ചിങ് ഫീസ് എത്രയാണോ, ഇപ്പോൾ ഒരു ടോപ്പിൻ്റെ എത്ര ലൈനിങ് വെച്ച് ചുരിദാറിൻ്റെ ഒരു 250 രൂപ, ഓരോ സ്ഥലത്ത് ഓരോ വ്യത്യാസം വരും. 250 ആകാം, 300 ആകാം, അത്രയും നമ്മൾ ഇടുക. പിന്നെ നമ്മൾ ചെയ്ത വർക്കിൻ്റെ പൈസ അത് നമ്മൾ തന്നെ കണക്ക് കൂട്ടണം. നമ്മൾ ബുദ്ധിമുട്ടിയത് എന്തേരാണോ അത്രയും അതിനനുസരിച്ച് നമ്മൾ വർക്കിൻ്റെയും കൂടെ ഇട്ട് കഴിയുമ്പോൾ ഏകദേശം ഒരു 500 രൂപ നമുക്ക് ആ ചുരിദാറിൽ കിട്ടും. ഒരു കാരണവശാലും 1 രൂപ നമ്മൾ കൂടുതൽ മേടിക്കരുത്. നമ്മുടെ ഹാർഡ് വർക്ക് എത്ര ചെയ്തോ അതും നമ്മുടെ സ്റ്റിച്ചിങ് ഫീസും മാത്രമേ നമ്മളതിൽ ആക്കാവുള്ളൂ. ഒരു 1000 രൂപയുടെയൊക്കെ തുണി ഒരു കസ്റ്റമർ നമ്മളോട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമർ അതിൽ ഹാപ്പി ആയിരിക്കണം. കാരണം അതിനുള്ള വർക്ക് നമ്മൾ കൊടുക്കുന്ന ക്ലോത്തിൽ ഉണ്ടായിരിക്കണം. പിന്നെ വർക്ക് ഓവറാകരുത്, നൈസായിരിക്കണം വർക്ക് കാണാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെടുക്കുന്ന തുണി നന്നായിരിക്കണം, കളർ നല്ലതായിരിക്കണം. പിന്നെ നമ്മൾ വാങ്ങുന്ന 500 രൂപയോ 600 രൂപയോ 1000 രൂപയോ ആകാം. നമ്മൾക്ക് അതിൽ ഗ്യാരണ്ടി ഉണ്ടാകണം. ലാഭത്തിന് വേണ്ടി നമ്മൾ പോയി കുറഞ്ഞ തുണി എടുത്തിട്ട് നമ്മൾ തയ്ച്ച് കൊടുക്കരുത്. എനിക്ക് ഈ ഓർഡർ തന്ന് ഞാനെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന വർക്കുകൾ കസ്റ്റമർ വന്ന് മേടിച്ച് കഴിയുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്നത് ഇത്രയും ക്യാഷ് ഇതിനുള്ളോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ചിലർ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ പറയുന്നതിനേക്കാളിലും 500, 1000 ഒക്കെ കൂടുതൽ തന്നിട്ട് പോകുന്നവരുണ്ട് നമുക്ക് വർക്കിന്. സ്റ്റിച്ചിങ്ങിൽ നമ്മൾ ആത്മാർത്ഥത കാണിച്ചാൽ മതി. അപ്പം നമുക്ക് ഇങ്ങോട്ട് നമ്മളറിയാതെ തന്നെ നമുക്ക് ക്യാഷ് വരും. ഏകദേശം ഒരു 3 മാസം തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്താൽ ദിവസം 2-3 വർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. 2-3 ഒക്കെ ചുരിദാറുകൾ അല്ലെങ്കിൽ ഗൗണാകാം, ഫ്രോക്കാകാം, എന്തും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത്യാവശ്യം മെമ്മറി വർക്കാക്കി വീട്ടിലിരുന്നൊരു 4-5 മണിക്കൂറൊക്കെ നന്നായിട്ട് സമയം നമ്മൾ കണ്ടെത്തിയാൽ, കഷ്ടപ്പെട്ടാൽ മാസം നല്ലൊരു വരുമാനം നമുക്ക് നേടാൻ പറ്റും. രാവിലെ എണീറ്റ് വീടും പിന്നെ മക്കളെയും ഒക്കെ ഇട്ടെറിഞ്ഞിട്ട് നിവൃത്തിയില്ലാതെ എത്രയോ പേര് ജോബ് ചെയ്യാൻ പോകുന്നുണ്ട് വെളിയിലോട്ട്. നല്ല ജോലിയാകാം, നല്ല സാലറി ഉള്ളവരാകാം, അല്ലെങ്കിൽ കുറഞ്ഞ സാലറി ഉള്ളവരായിരിക്കാം. നമുക്ക് ആ ബുദ്ധിമുട്ട് വരുന്നില്ല. നമ്മൾ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടുപണിയെല്ലാം ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്ന പൈസ ഈ വെളിയിൽ ഇറങ്ങിപ്പോയി മാസവരുമാനം മേടിക്കുന്നവരെക്കാളും കൂടുതൽ നമുക്ക് ഒരു മാസം നമുക്ക് സമ്പാദിക്കാൻ പറ്റും. വെറുതെ പറയലല്ല, അനുഭവം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ ഇതുപോലെ പേപ്പർ സ്റ്റിപ്പിൽ നെക്ക് ഇതുപോലെ വെട്ടിയെടുത്തത് കൊണ്ട് ഇതിൻ്റെ നെക്കിൻ്റെ അകലം ഞാൻ എടുത്തേക്കുന്നത് 3 പിന്നെ നമ്മൾ ഈ ചുരിദാറിൽ തന്നെയാണ് വെട്ടുന്നതെങ്കിൽ 2.5 മതിയാകും. ഇതുപോലെ പേപ്പർ സ്റ്റിപ്പിൽ വെട്ടിയെടുക്കുമ്പോൾ ഒരു 3 ഇഞ്ചൊക്കെ വേണ്ടി വരുവേ.
ഇത് നമ്മൾ വർക്കൊന്നും ചെയ്തിട്ടില്ല, വെറുതെ ഒരു സ്ലിറ്റ് ചുരിദാർ തയ്ച്ചിരിക്കുന്നു, ലൈനിങ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇട്ടാലും ഭംഗി തന്നെയാണ്, ഭംഗിയല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മളൊരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ചുരിദാർ ഇങ്ങനെ സിമ്പിളായിട്ട് കാണുന്നതിനെക്കാട്ടിലും നമുക്ക് പൈസ കൂടുതൽ മേടിക്കാൻ പറ്റും. വെറുതെ അല്ല, അത്ര നല്ല കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കതിലിരുന്ന് കുത്തിയിരുന്ന് വർക്ക് ചെയ്ത് ഇതെല്ലാം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിനുള്ള പൈസ നമുക്ക് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് മേടിക്കാനും പറ്റും. പിന്നെ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറായിരിക്കണം, ഒന്നാമത്. രണ്ടാമത്, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഭയങ്കരമായിട്ട് നമ്മൾ കാണിക്കേണ്ട ഏറ്റവും വലിയൊരു സംഭവമാണ് ആത്മാർത്ഥത. നമുക്ക് തയ്ക്കുന്നത് അതേ ഇൻട്രസ്റ്റിൽ തന്നെ വേണം നമ്മൾ വെളിയിൽ കസ്റ്റമറിന് തയ്ച്ചു കൊടുക്കാൻ. അതിലും കൂടുതലൊരു ഇൻട്രസ്റ്റ് എടുത്ത് വേണം നമ്മൾ കസ്റ്റമറിന് തയ്ച്ചു കൊടുക്കാൻ. നമ്മൾ വെളിയിൽ കച്ചവടം ചെയ്യാനൊക്കെ നമ്മൾ തയ്ക്കുന്നത് അങ്ങനെ ഏറ്റവും കുറച്ച് ആദ്യമൊക്കെ കുറച്ച് ടൈം എടുക്കും. അത്രയും ടൈം എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലേ നമ്മളോട് വീണ്ടും കസ്റ്റമർ വന്ന് നമ്മളോട് വീണ്ടും തുണി എടുക്കാൻ അവർക്ക് തോന്നത്തുള്ളൂ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരുണ്ടായിരിക്കും, ചെയ്യാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. അങ്ങനെ എൻ്റെ ഈ വോയിസ് കേട്ടതിന് ശേഷം ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശമുള്ളവരും ചെയ്ത് കൊടുത്തവരും ഒന്ന് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കാൻ മറക്കരുത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഒത്തിരി സംശയങ്ങൾ ചോദിച്ച കൂട്ടുകാരുണ്ട്, എല്ലാവർക്കും മറുപടിയായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡ്രസ്സ് വർക്ക് ചെയ്യുന്നതിന് മുമ്പാണോ ഇഷ്ടം അതോ അതിന് ശേഷമാണോ നന്നായത് എന്നൊന്ന് കമൻറ്റിൽ എഴുതി അറിയിക്കാൻ മറക്കരുതേ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. ഇതുവരെ ഈ വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാവർക്കും താങ്ക് യു.